നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എപ്പിസോഡിന്റെ റിവ്യൂവും കാര്യങ്ങളായിട്ടൊന്നും അല്ല കേട്ടോ. നമുക്ക് ഇന്ന് നമ്മുടെ ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡാണല്ലോ. അപ്പൊ ഈ ഒരാഴ്ച നമുക്ക് ലാലേട്ടൻ എന്തൊക്കെ ചോദിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം കേട്ടോ. അതായത് ഈ ആഴ്ച നടന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നും അതിൽ ഏതൊക്കെ നമുക്ക് ലാലേട്ടൻ ചോദിക്കുന്നൊന്നും അറിയില്ല എങ്കിൽ പോലും നമുക്ക് ആ ഒരു എന്തൊക്കെ കാര്യങ്ങളാണെന്നൊന്ന് നോക്കിയാലോ. അതെ, അതായത് ഞങ്ങളുടെ മനസ്സിലാണെങ്കിലും നിങ്ങളുടെ മനസ്സിലാണെങ്കിലും കുറെ ചോദ്യങ്ങളുണ്ട് ചോദിക്കണം എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ആദ്യത്തെ ആഴ്ച ലാലേട്ടൻ നല്ല ഫയർ ആയിരുന്നു, പക്ഷെ രണ്ടാമത്തെ ആഴ്ചയില് ഫയർ അല്ലായിരുന്നു, ഫ്ലവർ ആയി പോയ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും അതായത് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും വളരെ ലാഘവത്തോടെ വളരെ കൂളായിട്ട് പറഞ്ഞങ്ങ് വിടുമായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതെ, എന്തായാലും ഈ ആഴ്ച അത് ചോദിക്കുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് അത് ഒരു അവലോകനം പോലെ ഒരു ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിനു മുന്നേ പ്രമോ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ നമ്മുടെ ലാലേട്ടന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് ചോദിക്കുന്നതിനൊന്നും നമ്മുടെ ലാലേട്ടൻ മിണ്ടുന്നില്ല. അനീഷിന് ഇട്ടതൊരു പണിയാണോ അതോ അനീഷ് കാണിച്ച് ശരിയാണോ എന്നുള്ളതാണോ എന്ന് അറിയില്ല. മാത്രമല്ല, ഈ കണ്ടസ്റ്റന്റ് ആരും ബിഗ് ബോസ് പറയുന്നത് കേൾക്കുന്നില്ല, ബസ് അടിച്ചിട്ട് മാറുന്നില്ല, മാറാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇനി അത് ഒന്ന് സൂചിപ്പിക്കുന്നതാണോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് ഈ ആഴ്ച നടന്നത്, എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്ന് ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കണേ. അപ്പൊ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അക്ബറിന്റെ ആ അനീഷിന് നേരെയുള്ള തലങ്ങണി എറിയുന്ന കാര്യം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം നിന്റെ? അതായത് അക്ബർ തലയണ എറിഞ്ഞത് മാത്രമല്ല, അക്ബറിന് നിറയെ കാര്യങ്ങളുണ്ട് ചോദിക്കാൻ. അതായത് ബാക്കിയുള്ളവരെ മോശമായിട്ട് സംസാരിക്കുന്നതും പിന്നെ ചില പർട്ടിക്കുലർ ആൾക്കാരെ മാത്രം ഈ ടാർഗറ്റ് ചെയ്യുന്നതും, അതായത് അവരൊരു ഗ്യാങ് പോലെ രൂപം കൊള്ളുന്നതൊക്കെ നമുക്ക് കണ്ടതാണ്. അതിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതൊക്കെ ചോദിക്കണമെന്നുണ്ട്. അല്ല, എനിക്ക് അതിനെ കുറിച്ച് അഭിപ്രായം എന്താന്ന് വെച്ചാല് ടാർഗറ്റ് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല. കാരണം നമ്മള് ഗെയിമിൽ കുറച്ച് മുന്നേറി നിൽക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അതിന് ഗ്രൂപ്പ് പിടിക്കുന്നതും വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ എവിക്ഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും എല്ലാം ഡിസ്കസ് ചെയ്ത് ചെയ്യുന്നത് കുറച്ച് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഗ്രൂപ്പ്സ് ആയിട്ട് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, എനിക്ക് ഗ്രൂപ്പായിട്ട് മാത്രം അറ്റാക്ക് ചെയ്യുന്നതായിട്ട് അക്ബറിന് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ശാരിക ഗെയിമിലൊന്നും വലിയതൊന്നും ഇല്ല, ആൾക്കും അറിയാം ഗെയിമിലൊന്നും വലിയതൊന്നും. പക്ഷെ പേഴ്സണലായിട്ട് അക്ബറിനെ അറ്റാക്ക് ചെയ്യുന്നവരെ വരെ, ഗെയിം കളിക്കാത്തവരെ പോലും നല്ല രീതിക്ക് അക്ബർ എയിം ചെയ്യുന്നുണ്ട്. അത് ടൂളായിട്ട്, അതായത് ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് തന്നെ ടൂളായിട്ട് യൂസ് ചെയ്ത് എയിം ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ ഈ ആഴ്ച ഫുള്ള് കണ്ടുവന്നിരുന്നായിരുന്നു. അതായത് അക്ബർ അവിടെ ഇവിടെയും പോയിട്ട് അക്ബറിനെതിരായിട്ടുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് ഈ കോമൺ ആയിട്ട് സേഫ് ആയിട്ട് നിൽക്കുന്ന ചിലരെ അക്ബറിന്റെ സൈഡിലേക്ക് മാറ്റാൻ നോക്കുന്നുണ്ടായിരുന്നു അല്ലേ. അതായത് ഒനിയലിനെ ആണെങ്കിലും ഷാരിക ആണെങ്കിലും എയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദിൽ നൂറ്, അവരുടെ ഗ്യാങ്ങിലൊന്നും ഉള്ളതല്ല, ജസ്റ്റ് വന്നിരിക്കുന്ന ആൾക്കാരേ ഉള്ളൂ, പക്ഷെ ആദിൽ നൂറെ ടോളാക്കി മാറ്റുന്നു. അപ്പൊ അതൊക്കെ ഇതിന് ഉദാഹരണമാണ്. അതെ, അപ്പൊ നമുക്ക് എന്തായാലും അക്ബർ ഈ തലങ്ങണി എറിഞ്ഞത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുകയോ ഇല്ലെന്ന് നമുക്കൊന്ന് കണ്ടറിയാം. അത് മാത്രമല്ല, വീട്ടില് പലരുടെ കാര്യത്തിലും മോശം വേർഡ്സ് ഒക്കെ അക്ബറും യൂസ് ചെയ്ത് സംസാരിക്കാറൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ വരാട്ടോ, അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അക്ബറിന്റെ ചോദ്യം ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാവേ. അടുത്തതായിട്ട് ഇതേ കണക്കിന് അടുത്തത് ഒരു എറിയാണ് കേട്ടോ. അഭിലാഷിന്റെ നേരെ നമ്മുടെ ആര്യൻ ചെരുപ്പ് എറിഞ്ഞത്, അതിനെ കുറിച്ചോ? അത് തലേണ എറിയാനും കാട്ടി കൂടുതൽ സീനാണ് ചെരുപ്പ് എറിയുക എന്നുള്ളത്. നമുക്ക് മൂന്നാമത്തെ സീസണാന്ന് തോന്നുന്നില്ല, മണിക്കുട്ടന് നേരെ നമ്മുടെ റംസാൻ എഴുതുന്നത് ഭയങ്കര സീനാക്കിയായിരുന്നു ലാലേട്ടൻ വന്നിട്ട്. അതേപോലെ ഇത് തിരിച്ച് ആര്യന് പറയോ ഇല്ലോ എന്ന് നമുക്കറിയാം. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്, അന്ന് റംസാൻ അത് ചെരുപ്പ് എറിഞ്ഞത് വീട്ടുകാർ വലിയ വിഷയമാക്കി, ലാലേട്ടൻ വന്നിട്ട് ഭയങ്കരമായി ചോദ്യം ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ ഇതിനെ കുറിച്ച് ആരും പറയുന്നത്, നമ്മൾ വീട്ടുകാരും പറയുന്നത് കണ്ടില്ല. ഈ അഭിലാഷ് പോലും അത് വലിയൊരു സീരിയസ് ആയിട്ട് എടുത്ത് നമ്മൾ കണ്ടില്ല കേട്ടോ. അതായത് ആര്യനെ പോലെ തന്നെ റംസാൻ നല്ല ഗെയിം കളിക്കുമായിരുന്നു, എല്ലാം സെയിം സ്ട്രാറ്റജി ഒക്കെ ആയിരുന്നു. പക്ഷെ റംസാൻ എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്തവരെ നല്ല രീതിക്ക് കളിപ്പിക്കുകയും കാര്യങ്ങൾ ആ രീതിയിലേ നിൽക്കത്തോളായിരുന്നു. പക്ഷെ ആര്യൻ അങ്ങനെയല്ല, അങ്ങനെ അല്ലാതെ മിണ്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടും പിന്നെ അതുമല്ല ആര്യനെതിരെ സംസാരിക്കുന്ന ഗേൾസിന് എന്തോ ഒരു മടി പോലെ, അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ലുക്കൊക്കെ കണ്ടിട്ടാണോ എന്നോ നമുക്ക് അറിയത്തില്ല, ചിലപ്പോ അതായിരിക്കാം. പിടിക്കണോന്ന് അറിയത്തില്ലല്ലോ പിന്നീട്. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ആര്യൻ എന്ന് പറയുന്നത് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനും കൂടെ ആയിരുന്നു കേട്ടോ. ഒരു ക്യാപ്റ്റന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റുകൾ ഉറപ്പായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഈ ആഴ്ച കുറെ ആര്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ. എന്തായാലും ലാലേട്ടൻ വരുമ്പോ ഇതൊക്കെ വാ തുറക്കുമെന്ന് നമുക്ക് കണ്ടത്. അതെ, അത് മോനെ തമാശ രീതിക്ക് എന്താ മോനെ ഇങ്ങനെ ചെരുപ്പ് എറിയുന്നതൊക്കെ ശരിയാണോ മോനെ എന്താ ചോദിച്ചു വിടുമോ നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ ബിഗ് ബോസിന്റെ ഇരട്ടത്താപ്പം തന്നെ റംസാനെ നേരെ ഇത്രയും ഫയർ ചെയ്തിട്ട് ആര്യനെതിരെ ഫയർ ചെയ്തില്ലെങ്കിൽ അത് ഇരട്ടത്താപ്പ് തന്നെ. അതെ,
ഇനി അടുത്ത ഷാനവാസ് ചില ഗെയിമുകൾ പേഴ്സണൽ ആയിട്ട് കൂടി കളിക്കുന്നുണ്ടോ, അതായത് പേഴ്സണൽ ആയിട്ട് പോകുന്നുണ്ടോ ഷാനവാസിന്റെ ഒരു ഗെയിം? അതായത് നമ്മുടെ ആദ്യത്തെ ആഴ്ചയിൽ, അതായത് ഈ വീക്കെൻഡ് ആദ്യം ശരത്തിന്റെ അടുത്ത് കുറച്ച് പേഴ്സണൽ ആയിട്ടാണല്ലേ പോയത്. അതേപോലെ തന്നെ നമ്മുടെ ഗിസേലിന്റെ കാര്യത്തിലും അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്നൊക്കെ പറയുന്ന അവരുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു ഗെയിം ആദ്യത്തെ ഒരു 2 ദിവസം കണ്ടുള്ളൂ കേട്ടോ. പിന്നെ ആൾ ഓക്കെ ആയിരുന്നു. അത് ഒരു ചെറിയ വാർണിംഗ് കൊടുക്കണം അല്ലേ? അത് വാർണിംഗ് കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാല് മിക്കയിടത്തും ഈ ബിഗ് ബോസ് സീസണിലെ എല്ലാ സീസണിലും ചില കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് ചില ആൾക്കാർ സംസാരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അധികം ആരും അതങ്ങോട്ട് പറയാനോ പിടിക്കാനോ നിൽക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി സീനാവും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാത്ത. കഴിഞ്ഞ വട്ടം തന്നെ അനിയൻ മിഥുന്റെയും മറ്റേ എന്തോ ആളുടെ പേരെന്തുവാ അറിയില്ല, ഓർമ്മയില്ല, ലക്ഷ്മിയോ അപ്പൊ അവരുടെ ഒരു കോംബോ ഉണ്ടായിരുന്നല്ലോ, അത് ഭയങ്കര സീനായിരുന്നു. പക്ഷെ അകത്തുള്ളവർക്ക് അത് പറയാനൊരു നാണക്കേടും ഇതുണ്ടായിരുന്നു, അങ്ങനെ പറയാതൊക്കെ ഇരുന്നതാണ്. പക്ഷെ ഇവിടെ ഷാനവാസ് എന്ന് പറയുന്നത് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. മനസ്സിൽ തോന്നുന്നു ആള് ചിലപ്പം ജെനുവൻ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതെ ആവാം, ചിലപ്പോൾ ഗെയിമായിട്ട് എടുക്കാം. പക്ഷെ അത് പേഴ്സണലായിട്ട് ചിലവർക്ക് പോകുന്നുണ്ട്. അത് റിസ്ക് എലമെന്റ് അല്ല. നമുക്ക് ഇത് വേണമെങ്കിൽ 2 രീതിയിൽ എടുക്കാം. ഒന്നാമത്തെ കാര്യം, ഇത് ശരത്തിന്റെ ഒക്കെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ചെറിയൊരു വാർണിംഗ് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് ശരത്താണല്ലോ ആദ്യം ആലോചിക്കേണ്ടത്. മാത്രമല്ല, ഇത് നമ്മുടെ ഉള്ളിൽ നടന്ന കാര്യങ്ങളാണ്. ബിഗ് ബോസിനുള്ളിൽ നടന്ന എന്തും കണ്ടന്റ് ആണ്, എന്തും ഗെയിമാണ്. പുറത്തെ അല്ല ഷാനവാസ് പറഞ്ഞേക്കുന്നത്, അകത്ത് നടന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഷാനവാസിന്റെ അടുത്ത് അങ്ങനെ പറയരുത്, അത് ഗെയിം കളിക്കരുതെന്ന് പറയാനും നമുക്ക് കൂടുതൽ ഇത് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതുവരെ ഒരു എത്തിക്സ് വെച്ച ഗെയിം കളിക്കുക എന്നുള്ളതാണ്. അത് ഷാനവാസിന്റെ ഇഷ്ടമാണ്. അത് ഇനി അടുത്ത ഗിസേലിന്റെ കോഫി ഇഷ്യൂം അതേപോലെ തന്നെ റൂൾ ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ചോദിക്കുന്നു. അത് ലാലേട്ടൻ തന്നെ മടുത്ത കാര്യമാണ്, ബിഗ് ബോസും മടുത്ത കാര്യം. എനിക്ക് തോന്നുന്നു ജയിൽ ടാസ്കിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള ഇത് കൊടുത്തത് ചിലപ്പം ഗിസയിലും ഒനിയിലും വന്നുകൊണ്ടായിരിക്കും. ഗിസയിൽ ഇത്രയും റൂൾ ബ്രേക്ക് ചെയ്ത് ബിഗ് ബോസിന്റെ തലവന പറഞ്ഞിട്ട് ഒരു പുല്ല് വില കൊടുത്തേക്കുന്നത് സംസാരിക്കുന്നാണെങ്കിൽ ഇത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം കൊടുത്ത പണിയായിരിക്കും. പിന്നെ ഇന്ന് രാവിലെ ചിലർ വന്നിട്ട് മാനസിക പരിഗണനയുടെ ഒക്കെ കാര്യം പറഞ്ഞുണ്ട്. അപ്പൊ ഇങ്ങോട്ടില്ലാത്തതാണ് തിരിച്ചു കൊടുക്കേണ്ട കാര്യം. അല്ല, വേറൊരു കാര്യം നമ്മൾ നോക്കണം. ഗിസേലിന് കഴിഞ്ഞ ആഴ്ച റൂൾ ബ്രേക്ക് ചെയ്തതിന് ഒരു പണിഷ്മെന്റോ കാര്യമോ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ആഴ്ച, അത് ബിഗ് ബോസിന്റെ കൂടി ഒരു ഇതാണല്ലോ ചെയ്തത്. അപ്പൊ ഈ ആഴ്ച എന്തെങ്കിലും പണിഷ്മെന്റ് അതിന് കൊടുക്കുവോ, അല്ലെങ്കിൽ നല്ല താക്കീതിന് എന്തോന്ന് കൊടുക്കാൻ കുറെ കൊടുത്തല്ലോ. അപ്പൊ അത് 3 ആഴ്ചയായിട്ടും റൂൾ ബ്രേക്ക് ചെയ്തോണ്ടിരിക്കുക. അതെ. അപ്പം ഈ ആഴ്ച എന്തെങ്കിലും കഠിനമായ ഒരു പണിഷ്മെന്റ് കൊടുക്കോ ഇല്ലെന്ന് നമുക്ക് നോക്കാം അതിന്. പിന്നെ ഇനി അടുത്തതാണ് ശരത്തിന്റെ ഡബിൾ സ്റ്റാൻഡ് ആണ് കേട്ടോ. അതെ, അത് ശരിക്കും സത്യം പറഞ്ഞാൽ ഈ കുറുമ്പടം എന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ട് കാണിക്കേണ്ട ഒരു കാര്യമാണ്. ഇഷ്ടംപോലെ ഉണ്ട് ശരത്തിന്റെ അവിടെ ഇവിടെ നിന്നിട്ടുള്ള ഈ ഗെയിം കളി. കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗെയിം കളിക്കാം, അങ്ങനെ വേണമെങ്കിൽ കളിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഗെയിമായിട്ട് തോന്നുന്നില്ല ശരത്തിന്റെ. അതില് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കുറുമ്പടം, അതായത് ഷോർട്ട് വീഡിയോ കാണിക്കേണ്ട ഒരു കാര്യമാണ്. ശരത്ത് പുറത്തു നിന്ന് എല്ലാവരോടും അവൻ ചിരിച്ചത് അവന്റെ അടുത്ത് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോയി ആര്യന്റെ കൂടെ നിന്ന് ചിരിച്ചില്ലേ, അതൊരു വീഡിയോ ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ ഭയങ്കര നല്ലതായിട്ട് തോന്നി. ബിഗ് ബോസ് ഗെയിമിന് ഒരു ഇമ്പാക്ട് വന്നാനെ, ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയാനെ, ഗ്യാങ് പൊളിക്കാനും പറ്റും. അതെ, അതൊന്നും ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനി അടുത്തതായിട്ടുള്ളത് നമ്മുടെ ആര്യൻ ചിരിച്ചില്ലേ, അതിനെ കുറിച്ചിട്ടും ഒന്ന് ചോദിക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ സരികയും ചിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സരിക ചിരിച്ചത് പുറത്ത് വന്നില്ല, ആര്യന്റെ ചിരിക്ക് മാത്രമാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ഇട്ടാലും കാണിച്ചാലും കൊള്ളാന്നുണ്ടല്ലേ? അതെ, ക്ലിയർ ആയിട്ട് അവിടെ അകത്തുള്ളവർക്ക് അത് മനസ്സിലാവും. കാര്യം ഇത് ജിസയില് ചിരിച്ചില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മിക്ക ഗേൾസും ഇതിന്റെ ഒരു ഇമ്പാക്ട് അവർ മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ നിൽക്കുക. അപ്പൊ ആര്യനെ സപ്പോർട്ട് ചെയ്ത് ഗെയിം കളിക്കുന്ന സത്യം പറഞ്ഞാൽ അകത്തുള്ള ഗേൾസിന്റെ ഗെയിമിന് തന്നെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. അത് മാറ്റണമെങ്കിൽ ഈ ഒരു വീഡിയോ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ വെളിയിൽ നെഗറ്റീവ് എന്ന് അറിയും, ഈ ഗേൾസ് എല്ലാം കൂടി ആര്യനെതിരെ തിരിയും. അല്ല, അതില് വേറൊരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. നമ്മുടെ ശൈത്യ ഇതിനടുത്ത ഒരു സ്റ്റാൻഡും കൂടെ എടുത്ത് വീട്ടിലുള്ളവരെ കാണിച്ചാൽ കൊള്ളാട്ടോ. ഇപ്പൊ കണ്ണിൽ കണ്ട് എന്ന് പറഞ്ഞവരിൽ നിന്ന് നമുക്ക് ഊഹിക്കാലോ. പക്ഷെ അതൊന്നും ശൈത്യക്ക് പറയുന്നത്. ലാലേട്ടൻ തന്നെ ചോദിക്കണം, അത് അവരുടെ അടുത്ത് ചോദിക്കണം. ശൈത്യ ഇത് ഒരു കുഴപ്പമില്ല, ശൈത്യക്ക് അതൊരു പ്രശ്നമല്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം ഒന്ന് എടുത്ത് ചോദിക്കണം. അപ്പോഴേ അവിടെ തെറ്റത്തോളൂ, പൊട്ടത്തോളൂ. പിന്നെ ഇനി അടുത്തതാണ് ഇപ്പൊ ലാസ്റ്റ് നടന്നൊരു ടാസ്ക് ഉണ്ടല്ലോ, ഫിസിക്കൽ ആയിട്ടൊക്കെ പോയത്, നമ്മുടെ അതിർത്തി പിടിച്ചെടുക്കൽ ടാസ്ക്. അതില് കുറെ പേര് ഭയങ്കര ബിഗ് ബോസ് പറഞ്ഞിട്ടും നിർത്തിയില്ല, അതേപോലെ തന്നെ കുറച്ചൊന്ന് ഫിസിക്കൽ ആയിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അല്ലേ? അതായത് ടാസ്കിന് വേണ്ടിയിട്ടല്ലാതെ. അതെ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഈ ആദിലും ശാരികയും തമ്മിലുള്ള ഇഷ്യൂ, അതിന്റെ തലേദിവസം ആദിൽ പറയുന്നുണ്ട്, ശാരികയുടെ ഞാൻ പൊട്ടിയിരിക്കുക, എപ്പോഴാണെന്ന് അറിയത്തില്ല എന്റെ സ്വഭാവം മാറുന്നത് എന്നൊക്കെ രീതിയിൽ
അടിക്കുമെന്ന് എന്തോ രീതിയിൽ അങ്ങോട്ട് അതിൽ സംസാരിച്ചായിരുന്നു 100 എടുത്ത്. പക്ഷെ ആ കിട്ടിയ അവസരം അതിലും ശാരികയും അത് യൂസ് ചെയ്തായിരുന്നു. വെളിയിലിട്ട് ഒരു ഫൈറ്റ് കോമഡി ആയിരുന്നെങ്കിലും അത് നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷാനവാസ് അക്ബർ അവർ വെളിയിൽ കിടന്ന് ഫൈറ്റ് ചെയ്ത് വേണോന്ന് വെച്ച് ഫൈറ്റ് ചെയ്ത പോലെ ആയിരുന്നു. ആര്യനും അതേപോലെ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ പേരുടെ ഫൈറ്റ് വേണോന്ന് വെച്ച് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. പിന്നെ പണിപ്പുരയിലേക്ക് പോകാനുള്ള ടാസ്കുകൾ അതിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ലാസ്റ്റ് നടന്ന ടാസ്ക് ഉണ്ടല്ലോ, മുട്ടയടിക്കൽ ടാസ്കും അതേപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ടുള്ള ടാസ്ക്, അതൊക്കെ നന്നായിട്ട് ചെയ്തിരുന്നു. പക്ഷെ അതിൽ ഈ ആര്യനും ഗിസയിലും അനീഷും ചെയ്ത കാര്യങ്ങള്, അതായത് ഇവര് 3 പേരും മുട്ടയടിക്കണമെന്ന് പോയിട്ട് എന്തുകൊണ്ട് മുട്ടയടിച്ചില്ല, അതേപോലെ തന്നെ അനീഷ് ഈ മിണ്ടാൻ നിന്നത് ഒരു സ്ട്രാറ്റജി ആയിരുന്നില്ല, ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കണ്ടേ അല്ലേ? അതെ, അതൊരു ഗെയിമായിട്ട് തന്നെ ചോദിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ സ്റ്റാൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയണം. അനീഷ് വെളിയിൽ വന്ന് അത് പറയാൻ നോക്കിയപ്പോൾ ഇവര് സമ്മതിച്ചില്ല. അപ്പൊ എന്തായാലും പണിപ്പുര ടാസ്കിൽ എല്ലാത്തിനെ കുറിച്ചും ചോദിക്കാനുണ്ട്, ചോദിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. പിന്നെ ആര്യന്റെ ചില വേർഡ്സ് ഉണ്ട് അല്ലേ, ആൾക്കാരെ പുച്ഛിക്കുന്നത്, അവിടെയുള്ളവരെ ചെറിയ പുച്ഛവും കാര്യങ്ങളും എല്ലാ ടാസ്കിലും ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയുണ്ട്. അപ്പൊ അതൊന്ന് സംസാരിച്ച് ലാലേട്ടൻ മാറ്റി കൊടുത്താലും കൊള്ളാം അല്ലേ ഒരു. അതെ, അതെന്തായാലും ഓരോരോ വീഡിയോ ആയിട്ട് കാണിച്ചിരുന്നേ നന്നാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം 23-24 വയസ്സ് കണ്ടല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ തെറ്റ് പറ്റാം. ആ ഈ പ്രായത്തിൽ ഇപ്പം ബിഗ് ബോസിൽ കയറി വലിയ സംഭവം എന്നൊക്കെ ഒരു തോന്നലൊക്കെ കൊച്ചു പയ്യനായോണ്ട് തോന്നാം. അപ്പൊ അത് ഇപ്പോഴേ അങ്ങ് അത് കാണിച്ചു കൊടുത്താൽ അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഭാവിക്കും നല്ലതാ, അതൊരു ഗെയിമിനും നല്ലതാണ്. അപ്പൊ നല്ല ഗെയിമറാണ്. പക്ഷെ ആ ഒരു സ്വഭാവം ഒന്നും നല്ലതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരു കാണിച്ചൊക്കെ കൊടുത്താൽ ചിലപ്പോൾ മാറാം. പിന്നെ ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഈ ആഴ്ചത്തെ കിച്ചൺ ടീമും പിന്നെ അതേപോലെ തന്നെ അനുവിന്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചാൽ കൊള്ളായിരുന്നു അല്ലെ. കിച്ചൺ ടീമിന്റെ ലേറ്റ് ആയിട്ടുള്ള കിച്ചൺ ടീമിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മൾ ഈ എല്ലാ കിച്ചൺ ടീമിന്റെയും പ്രശ്നങ്ങളും പറയണ്ടേ. അതായത് ടാസ്ക് ചെയ്യുന്നത് അവര് ടാസ്ക് ലേറ്റ് ആയിട്ട് ചെയ്യാൻ, അതായത് കുക്ക് ചെയ്യുന്നത് രാവിലത്തെ ഫുഡെല്ലാം ലേറ്റ് ആയിട്ട് കഴിക്കുന്നത്. അപ്പൊ അത് അത്ര നല്ല കാര്യമല്ല. അല്ല, കിച്ചണിൽ ഇത്രയും പേരുണ്ടായിട്ട് പോലും അവർക്ക് ഒരു കോർഡിനേഷനിൽ ഫുഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ കുറിച്ചും ചോദിക്കണം അല്ലേ. അതിനെ കുറിച്ചൊക്കെ ചോദിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ സീസണിലെ കമ്പയർ ചെയ്ത് കഴിഞ്ഞ സീസണുകളിൽ അതായിരിക്കും ബെറ്റർ. അതായത് ഇവര് ഫുഡ് കഴിക്കാനും വെക്കാനും അല്ലേ ഇവിടെ വന്നേന്നൊന്നും പറഞ്ഞു മനസ്സിലാക്കി. പിന്നെ അതേപോലെ തന്നെ കിച്ചന്റെ കൗണ്ടർ ടോപ്പിലൊക്കെ കയറിയാനും കുക്ക് ചെയ്യുന്നത് അതെ. അതേപോലെ തന്നെ നമ്മുടെ ഗിസയിലും അനു പറയുന്നുണ്ടായിരുന്നല്ലോ, കിച്ചണില് മറ്റേ എല്ലാം ഉപ്പിട്ട ബർണിയിൽ തന്നെ മുളക് പൊടി എടുക്കലും എല്ലാവരും എടുത്തു കാണിക്കണം. അതാ ഞാൻ അടുത്ത് എഴുതിയിരിക്കുന്നത് ഹൈജീൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാവർക്കും ഉണ്ട് അവിടെ. മാത്രമല്ല ഈ ബിഗ് ബോസ് എന്തിനാ ഈ മറ്റേ ഒരു സംഭവം ഡ്രസ്സൊക്കെ 2 ഡ്രസ്സാ ഒരാഴ്ച കൊടുക്കുന്നത്. അപ്പം അതൊക്കെ ഇത്രയും പേരുള്ളതല്ലേ. ഗെയിം അങ്ങോട്ട് പിടിച്ചും വലിച്ചും ഒക്കെ കളിക്കുന്നതോ അതിന്റെ കൂടെ തോളിൽ എന്തോ ഇടുന്നല്ലോ സൂപ്പർമാൻ ഇത് കണക്ക് അത് കഴിവുന്നുണ്ടോ ഇല്ലയോ അദ്ദേഹത്തിന് അറിയാം. അതെ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് ചോദിക്കണം. പിന്നെ നമ്മുടെ റെന ഫാത്തിമ കുറച്ചൊന്ന് ട്രിഗറിങ് ആവാം, പക്ഷെ കുറച്ചൊന്ന് ഓവർ ആവുന്നുണ്ട്. അതൊന്ന് അല്ലെ ചെറുതായിട്ടൊന്നും ലാലേട്ട് ഒരു ഹിന്റ് കൊടുത്തിരുന്നെങ്കിൽ. ഞാൻ ആര്യന്റെ പറഞ്ഞ പോലെ തന്നെ വലിയ ഏജ് അതെ, വലിയ ഏജില് 19 വയസ്സുള്ളൂ, അതിനെ അറിയില്ല. അപ്പൊ അതിന്റെ ഗെയിം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഈ നല്ലൊരു പ്ലാറ്റ്ഫോം ഇത് സെൽഫ് അനാലിസിസ്. ഗെയിം കളിക്കാൻ വന്നവർ, അപ്പൊ ഗെയിം പോണ റൂട്ട് ശരിയല്ലെന്ന് ഒരു ഹിന്റ് കൊടുത്താൽ അവരെ മാറി കളിക്കും. കാര്യം എന്തായാലും അവര് ഗെയിം കളിക്കാൻ വന്നവരില്ല. ഗെയിമിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ചെറിയൊരു ഫോൾട്ട് ഒക്കെ പറ്റും. അപ്പൊ അത് ആദ്യമേ പറഞ്ഞു കൊടുത്ത് പിന്നെ ഫോൾട്ട് പറ്റിക്കുകയാണെങ്കിൽ നമുക്ക് അത് കണക്ക് ഇത് ചെയ്യാന്നേ ഉള്ളൂ. അപ്പൊ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ സേഫ് ഗെയിമേഴ്സിനെ ഒന്ന് പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവർക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. കാരണം സരികയൊക്കെ അവിടെ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തെന്നുള്ള രീതിയിലാണ് സരികയുടെ ഒക്കെ ഒരു മൈൻഡിൽ. ആദിൽ നൂറെ അല്ല, സരിക പറയുന്നത്, സരികയെ സേഫ് ഗെയിം എന്നൊക്കെ പറയുമ്പോൾ സരിക കരയൊക്കെയാ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി, ഇതൊന്നും അല്ല. അപ്പം അതൊക്കെ ഒന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ആദിൽ എന്ന് പറയും ശൈത്യം സ്ക്രീൻ സ്പേസ് അവിടെ ഇവിടെയും മറ്റുള്ളവരുടെ കൂടെ നിന്ന് കണ്ടെത്തുന്നുണ്ട്, പക്ഷെ ഗെയിം ഒന്നും ഇല്ല. അതേപോലെ തന്നെ അതെ രേണുവിന് ഏറ്റവും കുറവ് സത്യം പറഞ്ഞാൽ സരികം കാട്ടി കുറവ് രേണുവിനാ. അല്ല, ഇപ്പൊ ശാരിക ഉണിയിലും കേറി വരുന്നുണ്ടല്ലേ, എനിക്ക് നല്ല രീതിക്ക് ഗെയിം അവര് ജയിക്കുന്നുണ്ടല്ലോ. അതെ, ശാരിക നല്ല രീതിയിൽ ഗെയിം ചേഞ്ച് ചെയ്തു, കൊള്ളാം. ശാരികയ്ക്കൊക്കെ ഭയങ്കര വോട്ട് കുറവാണ്. ഞാനിപ്പോ കുറെ എടുത്തു കണ്ടത് ശാരികയും ശൈത്യയും ഒക്കെയാണ് വോട്ട് ഭയങ്കര കുറവ്. വോട്ടിംഗിലും ഏറ്റവും കുറവ് അവരാണ്. അവർക്കില്ല, വോട്ടില്ല, ആരും ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ച് വോട്ടേ ചെയ്തിട്ടുള്ള ആൾക്കാര്, എന്നാലും അതുപോലും ഇല്ല. പിന്നെ രേണുവിന്റെ കാര്യം, എന്റെ പൊന്നെ, എന്തിനാണോ അതവിടെ. അതെ, ഒരു കാര്യമില്ല. ചുമ്മാ ഒരു സാധാരണ ജയിൽ നോമിനേഷനും ബാക്കിയുള്ളവർ ഒന്നിലും ആക്റ്റീവ് അല്ലെങ്കിലും ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻ നോമിനേഷനൊക്കെ പറയുമ്പോൾ ജസ്റ്റ് അവരുടെ അഭിപ്രായം ഒരു 2-3 സെന്റൻസിലെങ്കിലും പറയും. ഇത് ഒറ്റ സെന്റൻസ് പോലും മുഴുവിപ്പിക്കാൻ വയ്യ. ആ രീതിയല്ല ബിഗ് ബോസ് എടുത്ത് ചോദിക്കും, ഒന്നും കൂടി പറയൂ
ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഉദ്ദേശിക്കുന്നത്. എന്നിട്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് അങ്ങ് പോകും. അല്ല പോണോന്ന് പറഞ്ഞോണ്ടിരിക്കില്ല. അപ്പൊ ലാലേട്ടൻ വന്നിട്ട് ഈ വട്ടം അങ്ങ് വിടൂ. കാരണം എന്തിനാണ്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ എവിക്ഷനിൽ വന്നത് ചിലപ്പോ ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ കാണാൻ സാധ്യതയുണ്ടല്ലേ? അല്ല, പിന്നെ ഈ കഴിഞ്ഞ സീസണിലെ പോലെ ഇങ്ങനെ കഴിഞ്ഞ സീസണിൽ ഇതണക്ക് പോണെന്ന് പറയുന്നവരൊക്കെ മിക്കവരും നോമിനേറ്റ് ചെയ്യുമായിരുന്നു. ഇത് രേണുസുതി ആരും നോമിനേറ്റ് ചെയ്യുന്നില്ല. അതാ അതിശയം. പോണോന്ന് പറഞ്ഞിട്ട് കൂടി നോമിനേറ്റ് ചെയ്യുന്നില്ല. എല്ലാവർക്കും പക്ഷെ അറിയാം ഒരു ആക്റ്റീവ് അല്ലെന്ന് അറിയാം. രേണുസുതിക്ക് പോണോന്നുണ്ടെങ്കിൽ ലാലേട്ടൻ പറഞ്ഞുവിടും. കാരണം വേറെ ഒരാൾ എന്തായാലും അവിടെ സേഫ് ആയിട്ടിരിക്കും. ബാക്കി എല്ലാരും ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവർ അവിടെ ഇരിക്കുന്നത്. വെറുതെ എവിക്ഷനിൽ വിട്ടിട്ട് എലിമിനേറ്റ് ചെയ്യാതെ രേണുസുതിക്ക് പോണോന്നെങ്കിൽ രേണുസുതിനെ വിട്ട്. പിന്നെ അതെ, കണ്ടന്റേ ഇല്ല. ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ അനു രേണുസുതിയെ ഹൈജീൻ ഇഷ്യൂ ആയിട്ട് വന്നെന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, പെയിൻ വീഴുന്നത്. അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം അനുവിന്റെ വേർഡ്സ് ചിലത് കുറച്ചൊന്ന് ഓവർ ആവുന്നുണ്ട്. നമ്മളൊരു പബ്ലിക്കിൽ പറയേണ്ട ഒരു കാര്യങ്ങളും ഒരു ഇത് മാനേഴ്സ് ഉണ്ട് അല്ലേ? അതേ സംസാര രീതി ഭയങ്കര ഒരുമാതിരി മറ്റുള്ളവരെ അത്ര ഇതില്ലാത്ത രീതിയിലുള്ള സംസാര രീതിയാണ്. ഡയറക്റ്റ് അത് പുള്ളിക്കാരുടെ സ്വഭാവമായിരിക്കാം. ചിലപ്പോൾ സംസാര രീതി അങ്ങനെ ആണെങ്കിൽ കൂടി മറ്റുള്ളവര് സഹിച്ച് കേൾക്കണമെന്നൊന്നും ഇല്ലല്ലോ, നിർബന്ധമില്ല. ഇത് പറഞ്ഞപ്പോഴാ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ അവിടെയുള്ള ആൺകുട്ടികളിലും മിക്കവരും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓണിയിൽ മാത്രമല്ല, ഓണിയിൽ ഇത്തിരി ഓവർ ആയിരുന്നു. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരത്താണെങ്കിലും അക്ബർ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അഭിലാഷ് ആണെങ്കിലും ഒക്കെ ഇവരെ വായിന്ന് വീഴുന്നുണ്ടല്ലേ? അതെ, കഴിഞ്ഞ മിക്ക സീസണിലും അങ്ങ് ചെറിയ ചെറിയ ഇൻസിഡൻസ് ഉള്ളെങ്കിൽ ഇത് എല്ലാ ദിവസവും ഇത് തന്നെ. അതെ, അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാം. കാരണം ഫാമിലി ഓഡിയൻസും കുട്ടികളൊക്കെ കാണുന്ന ഒരു ഷോ ആണ്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് സംസാരിക്കണം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ചോദിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ എവിക്ഷനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? ആര് പോകുന്ന? എനിക്ക് തോന്നുന്നു സരിക പോവോ അല്ലെങ്കിൽ ശൈത്യ പോവോ? എനിക്ക് ശൈത്യ പോന്നെങ്കിൽ അതിലിപ്പോ ഒട്ടും ഗെയിം എനിക്ക് തോന്നാത്തത് ശൈത്യയുടെ ആണ്. അപ്പൊ ശൈത്യ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം, പക്ഷെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല. ചിലതിലൊക്കെ അപ്പാനിക്കൊക്കെ ഭയങ്കര കുറവാണ്. അപ്പൊ ആര് പോകും എന്നുള്ളത് നമുക്ക് അറിയില്ല. പിന്നെ ഡബിൾ എവിക്ഷൻ കാണും ചിലപ്പോ അല്ലേ? അത് മിക്കവാറും കാണും. ഒരു വൈറ്റ് കാർഡ് എൻട്രി എൻട്രിയും കാണും. പിന്നെ ഇത് ചിലപ്പം ഈ വോട്ട് പൊതുവെ നല്ല രീതിക്ക് 3-4 പേർക്ക് കുറവാണെങ്കിൽ ബിഗ് ബോസ് ചിലപ്പം അവര് കണ്ടന്റ് കൊടുക്കുന്നത് അനുസരിച്ചായിരിക്കും പുറത്തു വിടുന്നത്. അതായത് ഇപ്പം ശരത്താണെങ്കിലും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ശൈത്യമായിട്ട് ഉണ്ടാക്കിയ കണ്ടന്റ് അല്ല, എന്നാലും ശൈത്യ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല. സരികയും പിന്നെ എന്തെല്ലാം തമ്മിൽഭേദം തൊമ്പുന്ന രീതിയിൽ സരിക മിക്കവാറും ചിലപ്പോൾ ശൈത്യമായിരിക്കും പോകുന്നത്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് അറിയുന്നത്, നമുക്ക് ഈ വോട്ടിംഗ് ഇപ്പം ഓൺലൈനിലൊക്കെ കാണുന്ന വോട്ടിംഗ് വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല ആരാ പോണേന്ന്. കാരണം കുറെ പേര് ഈ ഓൺലൈനിൽ ചെയ്യുന്നവരൊക്കെ അല്ലായിരിക്കും ഡയറക്റ്റ് ഈ ഹോട്ട്സ്റ്റാറിൽ കയറി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതൊന്നും വെച്ചിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും എവിക്ഷൻ കാണും. 2 എണ്ണം ഉണ്ടെങ്കിൽ പോട്ടെ, സേഫ് ആയിട്ടിരിക്കുന്ന 2-3 പേരൊക്കെ പോട്ടെ അല്ലേ? എന്നിട്ട് ഒരു വൈറ്റ് കാർഡ് എൻട്രി വരട്ടെ എന്ന് വിചാരിക്കില്ല. വൈറ്റ് കാർഡ് കേട്ടണം. കാര്യം ഗെയിം അറിയാവുന്നവരെ, ഇവരുടെ എല്ലാം ഗെയിം അറിയാവുന്ന ആരെങ്കിലൊക്കെ കയറണം. ഇപ്പോഴേ കയറി കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്ട്രോങ് ഗെയിം കളിക്കാം. അതെ, പിന്നെ ചിലപ്പോ ഇനി ആവശ്യമില്ലാത്ത കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റാർ ടാസ്ക് ഉണ്ടല്ലോ, ഏറ്റവും നല്ല പെർഫോമൻസ് പോലെ, അത് ഈ ആഴ്ച ചിലപ്പോൾ ലാലേട്ടൻ കാണിക്കും. പിന്നെ അതേപോലെ ചിലപ്പോ ഈ ആനിമൽ ടാസ്ക് വെച്ചില്ലേ, അത് ഇനി ലാലേട്ടന്റെ മുമ്പിൽ ഒരു ഷോ പോലെ ഇനി ഇനി അങ്ങനെ ഒരു ടാസ്ക് ഒക്കെ വെച്ച് സമയം കളയാനാണോ പ്ലാൻ എന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ മഹാ വെറുപ്പിക്കലായി പോകും കേട്ടോ, ബോറായിരിക്കും. ഇതൊക്കെ ചോദിക്കുവാണെങ്കിൽ പൊളിച്ച് നമുക്ക് ഈ ശനി ഞായർ നല്ല രസമായിരിക്കും കാണാൻ. അതെ, പിന്നെ ക്യാപ്റ്റൻസി ടാസ്കും ചിലപ്പോൾ ലാലേട്ടന്റെ മുന്നിൽ വെച്ചായിരിക്കും നടക്കുന്നത്, അതറിയില്ല. പിന്നെ നമ്മുടെ സ്പൈക്കുട്ടൻ എവിടെ? ഈ ആഴ്ച ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് പോകുന്നൊക്കെ പറഞ്ഞു പോയതാണല്ലോ. ഇതെറിയുന്നു, അതൊക്കെ വലിച്ചെറിയുന്നു. അതിന്റെ ഇടയ്ക്ക് സ്പൈക്കുട്ടനെ കയറി കാലും കൈയും ഒക്കെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച വിടുന്ന കണ്ടു, ഇതുവരെ കണ്ടില്ല. പിന്നെ ആയിരിക്കാം സ്പൈക്കുട്ടന്റെ കൈയും കാലും ഒക്കെ അവിടെ കിടക്കുന്നു പിടിച്ചിട്ടായിരിക്കും ഇടാത്തത്. അപ്പൊ എന്തായാലും മെയിൻ ആയിട്ട് ഇതാണ്, ലാലേട്ടൻ വരുമ്പം ഈ തണുപ്പ് മട്ടി നിൽക്കാതെ കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷോയുടെ തന്നെ ആ ഒരു ലെവലേ മാറും. കാരണം നമ്മള് നല്ല അതായത് ലാലേട്ടനെ ഇഷ്ടപ്പെട്ടിട്ട് ഈ ശനി ഞായറും മാത്രം കാണുന്ന കുറെ പേരുണ്ട്. അപ്പം ഈ ഒരാഴ്ചത്തെ ഫുൾ, അതായത് നമുക്ക് ആ ഒരു ഫയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ആഴ്ച ഓഡിയൻസ് കുറച്ചും കൂടെ കയറും. അയ്യോ, ഈ വീക്കെൻഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ബാക്കി എപ്പിസോഡ് എന്താണെന്നറിയാൻ ഒരു ആകാംക്ഷയിൽ കാണുന്നവരും കാണും. പക്ഷെ ഇത് ഭയങ്കര തണുപ്പായിട്ട് പോയി കഴിഞ്ഞാൽ എപ്പിസോഡും ഇതേപോലെ തണുപ്പായിട്ട് പോത്തേ ഉള്ളൂ. അവിടെ ഉള്ളവരും ഈ ആഴ്ച ഭയങ്കര തണുപ്പായിരുന്നു അല്ലേ? ഒരു ഫയറോ ഒന്നും ആർക്കിടയിലും ഇല്ല. അതേപോലെ ഗെയിമിനെ കുറിച്ച് ഒന്ന് പറയാം, ഇതൊരു ഗെയിമാണ്. പിന്നെ അവിടെയുള്ള ബോയ്സിന്റെ അടുത്തൊക്കെ ഗീസങ്ങളുടെ അടുത്തുനിന്ന് ഗീസലിന്റെ ഗെയിം പ്ലേ ഒന്ന് മനസ്സിലാക്കി കൊടുത്തിരുന്നാ കൊള്ളായിരുന്നു. അതെ, ഈ ഗിസലിന്റെ ഇത് പൊട്ടിക്കണം, ആര്യന്റെ ഗേൾസിന് ആര്യനോടുള്ള ഈ സമീപനം ഒന്ന് പൊട്ടിക്കണം. നല്ല ഗെയിം ഇച്ചിരി ആക്റ്റീവ് ആവും.
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്താ ലാലേട്ടൻ എന്തൊക്കെ ചോദിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ്സിലൂടെ അറിയിക്കാം. അതേപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നത്. ഞങ്ങൾ രാത്രി എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം വീഡിയോ ആയിരിക്കും. ബൈ.